എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അവൽ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുറച്ച് അവലുണ്ടെങ്കിൽ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത് വീഡിയോ കണ്ടുവരാം. അവൽ കൊണ്ടുള്ള ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കേണ്ട സൗകര്യത്തിന് വേണ്ടി കുറച്ച് വലിയ കടായി വേണം എടുക്കാൻ. 2 കപ്പ് അവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൽ ഏത് വേണമെങ്കിലും എടുക്കാം. വെളുത്ത അവൽ വേണമെങ്കിലും അതും എടുക്കാം. ഇതുപോലുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാടൻ അവലെടുക്കുന്നതായിരിക്കും നല്ലത്. അവലിത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അവലിന് 1 കപ്പ് തേങ്ങയാണ് കറക്റ്റ്. തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ ആ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. തേങ്ങയിൽ ആ വെള്ളപ്പറ്റൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. തേങ്ങയും അവലൊക്കെ ഇതാ നല്ല പോലെ തന്നെ ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. തണുക്കാനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തണുത്ത് കിട്ടാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് 150 ഗ്രാം വറുത്ത നിലക്കടല എടുത്തിട്ടുണ്ട്. വറുത്ത കടലയായാലും കുറച്ച് സമയം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഞാൻ ഈ ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടല ഇവിടെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊന്ന് മാറ്റി കൊടുക്കാം. കടല തണുക്കുന്ന സമയം കൊണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 2 കപ്പ് അവലിന് 1 കപ്പ് ശർക്കരയാണ് കറക്റ്റ് മധുരം. 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ശർക്കര ഒന്ന് ഉരുകി വരട്ടെ. ശർക്കര ഇത് നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവിലും തേങ്ങ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ചെറിയ ചൂടോടെ വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് പൊടിച്ചെടുക്കാം. 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. അവലിതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കടിക്കേണ്ട രീതിയിലാണ് വേണ്ടത്. ലഡു അല്ലേ, അപ്പോൾ ആ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും പൊടിച്ചെടുത്തിട്ടുണ്ട്. പൾസിലിട്ടിട്ട് 2 പ്രാവശ്യം കറക്കിയാൽ മതി. അപ്പോൾ തന്നെ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. വറുത്തെടുത്ത കടലയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കടല ഇനി പൊടിച്ചെടുക്കാം. അവൽ പൊടിച്ചെടുത്ത മിക്സിയുടെ ജാർ തന്നെയാണ് കടലയും പൊടിച്ചെടുക്കുന്നത്. കടല ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനായിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല. നമ്മൾ ലഡു കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടണം. അപ്പോൾ അതൊരു ടേസ്റ്റിയാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ലഡു തയ്യാറാക്കിയെടുക്കാം. ഗ്യാസ് അടുപ്പിൽ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവലൊക്കെ വറുത്തെടുത്ത കടായി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇതാ ശർക്കരപ്പാനി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അവിലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള കടല പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട്. ബദാമും നിലക്കടലയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ബദാമിൽ നിന്നും നിലക്കടലിൽ നിന്നൊക്കെ നല്ല എണ്ണ വരും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണിത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
ഈ സമയം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചാൽ ഡ്രൈ ആയി പോകും. തണുക്കാനായിട്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സ് ഇതാ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ചെറിയ ചൂടോടെ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഉരുളിയാക്കിയെടുക്കാൻ. ഒട്ടും തന്നെ നെയ്യൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതുപോലെ ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം. അവല് കൊണ്ട് തയ്യാറാക്കിയെടുത്ത സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ 14 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. നമ്മൾ അവല് കൊടുത്ത സമയത്ത് കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. നമ്മൾ ഈ സ്നാക്ക് കഴിക്കുന്ന സമയത്ത് അവല് കൊണ്ട് തയ്യാറാക്കിയെന്ന് പറയേയില്ല. അത്രയും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലഡു കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിയാണ്. മാത്രമല്ല അവൽ കൊണ്ട് തയ്യാറാക്കിയത് കൊണ്ട് അത്രയും നല്ല ഹെൽത്തിയാണ്. ലഡു ഒന്ന് പൊട്ടിച്ച് നോക്കാം. വളരെ സോഫ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കുട്ടികൾക്ക് ഇതുപോലെയുള്ള സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇഷ്ടത്തോടെ കഴിച്ചോളും. അവല് കൊണ്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.